എന്നെ വലിയൊരു ബുദ്ധിമുട്ടിലാണ് ആക്കിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ നീട്ടി പ്രസംഗിക്കുമെന്നൊക്കെ പറഞ്ഞിവിടെ എനിക്ക് വേണ്ടി അധ്യക്ഷൻ ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ ഉറക്കമൊഴിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി യാത്രയായിരുന്നു, രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. ഇതൊരു ഔപചാരിക ചടങ്ങായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു സംഗമമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ എങ്കിലും ഈ ഒരു കാര്യപരിപാടിയിൽ പല സ്ഥാനങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ചില പേരുകൾ അങ്ങോട്ട് പരാമർശിക്കുകയാണ്. വിട്ടുപോകുന്ന പേരും അതോടൊപ്പം നമ്മൾ ചേർത്ത് വെച്ചോണം മനസ്സിൽ. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന എന്നെക്കുറിച്ച് ഞാൻ അർഹിക്കാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞ KC പ്രസാദ്, സ്വാഗതം പറഞ്ഞ ഈ ഒരു പരിപാടിയുടെ അലകും പിടിയും നിർണയിച്ച അഡ്വക്കേറ്റ് അജിത് മാരാത്ത്, എൻ്റെ സ്നേഹിത ബീനയുടെ പുസ്തകം സ്വീകരിച്ച ഡോക്ടർ അജയ് എസ് ശേഖർ, പുസ്തക പരിചയം നടത്താൻ പോകുന്ന എൻ്റെ സ്നേഹിതൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ്, വന്നിട്ടില്ലെങ്കിലും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA NK അക്ബർ. ഈ പരിപാടി ഇത്ര സമ്പുഷ്ടമായ രീതിയിൽ, അർത്ഥപൂർണമായ രീതിയിൽ സംഘടിപ്പിക്കാൻ സംഘാടക മികവ് കൊണ്ട് സംഭാവന ചെയ്ത CPM-ൻ്റെ നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, എൻ്റെ സ്നേഹിതയും സഹപാഠിയും ഈ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവുമായ അഡ്വക്കേറ്റ് KR വിജയ, നന്ദി പറയുന്ന രണദേവ്, എൻ്റെ സ്നേഹിതൻ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കവി ചന്ദ്രശേഖർ, ഈ പരിപാടിയുടെ മുഖ്യ ശ്രദ്ധാകേന്ദ്രം ഡോക്ടർ ബീന KR, ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് തീവണ്ടിയിൽ ഉറക്കൊളച്ചു വന്ന കുര്യൻ തോമസ്, MN തോമസ്, എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം ഔപചാരികമായി പ്രകാശനം ചെയ്തതായി അറിയിക്കട്ടെ. ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് കേവലം ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ അപ്പുറത്ത് ഈ പുസ്തകം പ്രസരിപ്പിക്കുന്ന ഒരു ചിന്താവലയത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും അതുപോലെ സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് അജിത്തും പറയാൻ ശ്രമിച്ചത്, പ്രതിപാദിച്ചത്. ഞായറാഴ്ചയുടെ ഒരു ആലസ്യത്തെ കീറിമുറിച്ചുകൊണ്ട് ഇത്രയും ആൾക്കാർ ഇവിടെ സന്നിഹിതരായിരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ബീനയോടും ഗ്രാമപ്രകാശനോടുമുള്ള ഇഷ്ടത്തിനപ്പുറത്ത് ആ പുസ്തകത്തിൻ്റെ ദർശനത്തോടും കാഴ്ചപ്പാടോടും ഇതിവൃത്തത്തോടുമുള്ള ഇഷ്ടത്തിനപ്പുറത്ത് ഈ നാട് ഇതുപോലെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വികാരത്തിൻ്റെയും കൂടി പ്രതിഫലനമായിട്ടാണ് ഞാൻ ഈ ഒരു സംഘാടനത്തെ നോക്കിക്കാണുന്നത്. ഇവിടെ പറഞ്ഞവർ ഒരു കാര്യത്തിൽ അടിവരയിട്ടു. ബീനയുടെ പുസ്തകമെന്ന് പറയുന്നത് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന നിലപാടുകൾക്ക് സമ്പുഷ്ടമായിട്ടുള്ള ഒരു അടിത്തറ പാകാൻ കെൽപ്പുള്ള കണ്ടെത്തലുകളാണ്. ഞാൻ ഈ പുസ്തകം ബീന ഞാൻ ഇരുത്തി വായിച്ചു കേട്ടോ. നമ്മുടെ തോമസ് എനിക്ക് നൽകി. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഓരോ പേജുകളിലൂടെയും കടന്നു പോയപ്പോൾ ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു ദുരവസ്ഥയുടെ ചിത്രം ഒരിക്കൽ കൂടി മിഴിവോടെ നമ്മുടെ മനസ്സിലേക്ക് വന്നു എന്ന് മാത്രമല്ല, നമ്മുടെ പോരാട്ടം എത്രത്തോളം ശക്തിയാർജിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിൽ കൂടി അത് അടിവരയിടുന്നുണ്ട്. ഇവിടെ
കെ.സി. പ്രസാദ് സൂചിപ്പിച്ചു, ജനാധിപത്യം മാത്രമല്ല, നമ്മുടെ അതിജീവനം മാത്രമല്ല, നമ്മുടെ ജീവിതം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു കാലം പോയി മറഞ്ഞോ എന്ന് കേരളത്തിന് വെളിയിലുള്ളവരെങ്കിലും ചിന്തിക്കുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഡ്രൈവർ ഹാഷിമിനോട് പറയുകയാണ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മാംസം വിറ്റഴിക്കപ്പെടുന്നുണ്ടല്ലോ, ഒരുപാട് അറവ് കടകൾ കാണുന്നുണ്ട്, ഒരുപാട് ബോർഡുകളും കണ്ടു, ഇപ്പം നല്ല ഗുണമേന്മയുള്ള പന്നിയിറച്ചി വിൽക്കപ്പെടുന്നു. ഈ വിജയുടെ നാട്ടിൽ ഇത്രത്തോളം അറവുശാലുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നുണ്ട്. വിജയ കേരളവർമ്മ കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട്, ഞങ്ങളുടെ ജൂനിയറായി പഠിച്ചതാണ്. ഇപ്പോഴുള്ള അതേ ആ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനം വിജയുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിന് വെളിയിലേക്ക് പോയാൽ നിങ്ങളെന്ത് ഭക്ഷിക്കണം, നിങ്ങളെന്ത് ധരിക്കണം, അതിനപ്പുറം നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന് പോലും നിഷ്കർഷിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ഉരുത്തിരിയുന്നത്. ഞാൻ കേരളവർമ്മ കോളേജിൽ പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും എനിക്ക് പലരും കണ്ടു മറന്ന ആൾക്കാരാണ്. ഇതൊരു പഴയ കലാലയ ഓർമ്മകളിലേക്ക് എന്നെ ഊളിയിടാൻ സഹായിക്കുന്നൊരു പരിപാടിയാണ്. കാരണം വെച്ചാൽ ഇതൊരു SFIക്കാർ തന്നെ അവിടെ ഇരിക്കണം തോന്നുന്നല്ലേ. കുറച്ച് നരയൊക്കെ നമ്മളെ ബാധിച്ചെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ചോരത്തിളപ്പിലൊരു ഒന്നും മാറിയിട്ടില്ല. ഇപ്പം കേരളവർമ്മ കോളേജിൽ പഠിച്ച് ഞാൻ പിന്നീട് ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അന്നത്തെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്നത്തെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എത്രത്തോളം വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയുക. ഒരുപക്ഷെ ഇന്ത്യ എങ്ങനെ ഇരുണ്ടുപോയി മാറിപ്പോയി എന്ന്, അതല്ലെങ്കിൽ ബീന ഈ പുസ്തകത്തിൽ വരച്ചതുപോലെ നമ്മുടെ മഹാകവികൾ വള്ളത്തോൾ മുതൽ വൈലോപ്പിള്ളി വരെ, അതിനിടയിൽ നമ്മുടെ പുതിയ കവികൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സച്ചിദാനന്ദൻ മുതൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് വരെയുള്ള കവികൾ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ കാരുണ്യത്തിൻ്റെ, അനുഭാവത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ആ ഒരു പ്രത്യയശാസ്ത്രത്തെ, ദർശനത്തെ എങ്ങനെയാണ് തങ്ങളുടെ വരികളിലേക്ക് സന്നിവേശിപ്പിച്ചതെന്ന് ബീന പറയുമ്പോൾ, കാരുണ്യം മാറി ക്രൗര്യം, ക്രൂരത, ഹിംസ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമായി വരുന്നത്. ഞാൻ JNU ക്യാമ്പസിനെ കുറിച്ച് പറഞ്ഞു. ഞാനവിടെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് സൂര്യൻ്റെ കീഴിലുള്ള ഏത് വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ ചർച്ച ചെയ്യാത്തതായിട്ടൊരു വിഷയമില്ല. ഇന്ന് തിഹാർ ജയിലിൽ കിടക്കുന്ന JNU വിദ്യാർത്ഥികളുണ്ട്. ഞങ്ങളൊക്കെ അന്ന് അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഒരു 4/1 അവർ പ്രയോഗത്തിൽ ചെലുത്താൻ ശ്രമിച്ചപ്പോൾ അവർ തീഹാറിന്റെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. 5 വർഷമായിട്ടും തീഹാർ ജയിലിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ കാശ്മീർ വിഷയത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചാൽ നിങ്ങൾ രാജ്യദ്രോഹിയാണ്. നിങ്ങൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ദേശസ്നേഹിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ന്യൂനപക്ഷ നാമങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ മിനിറ്റിലും നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗവാക്കാണെന്ന് തെളിയിക്കാൻ വേണ്ടി ചില മുദ്രാവാക്യങ്ങൾ മുഴക്കണം. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചില്ലെങ്കിൽ അവന് ദേശസ്നേഹമില്ല എന്ന് കൽപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് JNU ക്യാമ്പസിൽ ഇപ്പൊ ഇവിടെ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു പോവുകയാണ്. അവിടെ പലപ്പോഴും പല ഘട്ടങ്ങളിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആചാര രീതിക്കനുസരിച്ച് ഭക്ഷണക്രമം ക്രമീകരിക്കേണ്ടതായ ഒരു സാഹചര്യം സംജാതമാകുന്നു. ഇപ്പോൾ ഈ കാവടി യാത്ര എന്ന് പറയുന്ന ഒരു യാത്രയുണ്ട്. അത് ഗംഗയിൽ നിന്ന് ഗംഗാജലം എടുത്ത് തിരിച്ചു പോയി അവരവിടെ ശിവക്ഷേത്രം. നല്ല കാര്യം. ഓരോരുത്തരും അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിക്കണമെന്നും
അവർക്ക് മുറുകെ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടാകണമെന്നും നിഷ്കർഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ആ യാത്ര പോകുന്നിടത്തെല്ലാം നിങ്ങൾ മാംസാഹാരം കഴിക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, നിങ്ങളുടെ തൊഴില് നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫാഷിസത്തിന്റെ വിളയാട്ടങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം RSSന്റെ മേധാവിയുടെ ഒരു പ്രസ്താവന വന്നു. വളരെ നിഷ്കളങ്കമായ രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്തത്. നിഷ്കളങ്കമായ രീതി. RSS പ്രവർത്തകർക്ക് കാശിയിലെയും മധുരയിലെയും ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കാൻ ഗോദയിലേക്ക് ഇറങ്ങുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് തിരിച്ചു വച്ചത്. അതിന് മറുഭാഷ്യം എന്താണ്? വാരണാസിയിലെയും മധുരയിലെയും മുസ്ലിം പള്ളികൾ തകർക്കപ്പെടണമെന്നുള്ള ആ തീരുമാനത്തിന് വേണ്ടി RSS പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നാണ് ആ പ്രസ്താവനയുടെ മറുവശം. രൗദ്രതയാർന്ന, ക്രൂരതയാർന്ന, ഹിംസയാർജിച്ച ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ രഥയോട്ടത്തിൽ ഒരു ജനത പകച്ചു നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഇരുട്ടിനെ മുറിച്ചു കിടക്കേണ്ടത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ കൂടിയാണ് ബീനയെ പോലുള്ള ആൾക്കാരുടെ പുസ്തകരചന സഹായിക്കുക. 1992 ഡിസംബർ 6 ഉത്തരേന്ത്യയിൽ ശൈത്യം പടർന്നു പിടിക്കുന്ന ഒരു ദിനം ഫൈസാബാദ് എന്ന് പറയുന്ന ഒരു ചെറുപട്ടണത്തിൽ നിന്ന് ഞങ്ങൾ ഏതാനും മാധ്യമപ്രവർത്തകർ തൊട്ടടുത്തുള്ള അയോധ്യയിലേക്ക് ഒരു അംബാസഡർ കാറിൽ കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റി പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നനച്ചിരുന്നില്ല 500 വർഷക്കാലം തലയുയർത്തി നിന്ന മതനിരപേക്ഷതയുടെ, ഇന്ത്യയുടെ ഐക്യത്തിന്റെ, അഖണ്ഡതയുടെ ചിഹ്നമായ ബാബറി മസ്ജിദ് അന്തരീക്ഷത്തിൽ ധൂളികളായി അലിഞ്ഞു ചേരുമെന്ന്. അന്ന് ഞാൻ പത്രത്തിൽ എഴുതിയ വരികളുണ്ട്. മതനിരപേക്ഷ ഭാരതത്തിന് ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയുള്ള യാത്രയാണ് ഇതെന്ന് ഞാൻ ഒരിക്കലും നനച്ചിരുന്നില്ല എന്ന്. ഇന്ത്യ മാറി തുടങ്ങിയെന്ന് അത് ഞങ്ങളെപ്പോലുള്ള ഏതാനും മാധ്യമപ്രവർത്തകർ എഴുതിയപ്പോൾ പലരും പറഞ്ഞു, ഇല്ല, മാറില്ല. പക്ഷെ ഇന്ത്യ എത്രത്തോളം മാറി, നമ്മുടെ സംവാദ തലം എത്രത്തോളം ചുരുങ്ങി. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, ഒരു ക്യാൻറ്റീനിൽ ഇന്ന ഭക്ഷണം വേണ്ട, ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന് ആരും നിർബന്ധിക്കാൻ പാടില്ല. ആരുടെയും ശീലങ്ങളെ മാറ്റിമറിക്കാനുള്ള യാതൊരു അധികാരവും എനിക്കില്ല. നമ്മുടെ സമൂഹം ബഹുസ്വരതയെ ആർജിച്ചു പോകണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ വാരണാസിയുടെ മണ്ണിലേക്ക് ഈ രൗദ്രതയുടെ രഥമുരുളുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില മുഖങ്ങളുണ്ട്, ദീപ്തമാർന്ന മുഖങ്ങൾ. അവരൊക്കെ ആയിരുന്നു ഇന്ത്യയുടെ പ്രതീകങ്ങൾ എന്നുള്ള കാര്യം ഓർക്കാൻ നമ്മൾ വിട്ടുപോകരുത്. ബിസ്മില്ല ഖാൻ, സംഗീതജ്ഞൻ, രാവിലെ ക്ഷേത്ര ആരാധനയിൽ തന്റെ ഗാനാലാപം നടത്തി, പിന്നീട് പള്ളിയിൽ നമസ്സർപ്പിച്ച് റിയാസും നമസും ഒരുമിച്ച് ചേർത്ത് തന്റെ ജീവിതത്തെ മാത്രമല്ല ഒരു സമൂഹത്തെ ഉദ്ദീപിപ്പിച്ച സ്നേഹത്തിന്റെ, അനുതാപത്തിന്റെ, സാഹോദര്യത്തിന്റെ പാതയിലേക്ക് വിളക്കിച്ചേർത്ത ആ സംഗീതജ്ഞൻ ഒരിക്കൽ പറഞ്ഞു, ബിസ്മില്ലാ ഖാന്റെ ഷെഹനായി സംഗീതം കേട്ട് അതിൽ മതിമറന്ന് ഒരുപാട് വലിയ വലിയ മഹാരഥന്മാർ വിദേശത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് മാടി വിളിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, അമേരിക്കയിലേക്ക് വരൂ, ലണ്ടനിലേക്ക് വരൂ, ഇവിടെ ഒരു സംഗീത സർവകലാശാല സ്ഥാപിക്കാം നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ എന്തിനാണ് വാരണാസിയുടെ ഗലിയിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്? ബിസ്മില്ലാ ഖാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സൗഭാഗ്യങ്ങളൊന്നും വേണ്ട. എന്തുകൊണ്ടെന്നാൽ വാരണാസിയെ തഴുകി ഒഴുകുന്ന ഗംഗ എന്റെ അമ്മയാണ്, എന്റെ അമ്മയാണ്.
ആ ഗംഗയെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞ ബിസ്മില്ലാ ഖാൻ ഇന്ന് തൻ്റെ ഖബറിടത്തിൽ നിന്ന് തിരിയുന്നുണ്ടാവും. എങ്ങനെയാണ് വാരണാസി മാറിയതെന്നുള്ളത്. ഇപ്പൊ മധുരയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന വലിയൊരു വ്യക്തിത്വമുണ്ട്. ഒരു പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്ന് ചരിത്ര നിർമ്മിതികളുടെ ഒരു കാലഘട്ടമാണ്. ഈ ചരിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഹു കൺട്രോൾസ് ദ പാസ്റ്റ് കൺട്രോൾസ് ദ ഫ്യൂച്ചർ. ആരാണോ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് അവരാണ് ഭാവിയെ നിയന്ത്രിക്കാൻ പോകുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് RSS ചരിത്രത്തെ പുനർനിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് എപ്പോഴും പറയുന്നത്, ചരിത്രത്തെ ഓർമ്മിച്ചുകൊണ്ട് അതിനെ ഋജുരേഖയിലൂടെ കടത്തിവിടുമ്പോഴാണ് നമ്മുടെ പോരാട്ടം സാർത്ഥകമാകുന്നത്. ഇന്ന് കേവലം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഉപരിപ്ലവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അപ്പുറത്ത് ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനമായി മാറണമെന്ന് ഇന്ന് നമുക്ക് ബോധ്യം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സാംസ്കാരിക അടിത്തറയിലാണ് ഈ പറയുന്നത് പോലെ എലി കരണ്ട് തുടങ്ങിയിരിക്കുന്നത്. ആ സാംസ്കാരിക അടിത്തറയെ ഉദ്ദീപിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാത്രമേ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളോട് പ്രതിക്രിയ ചെയ്യാൻ, അർത്ഥവത്തായി പ്രതിക്രിയ ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകും. ഇപ്പം മധുരയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹസ്രത് മൊഹാനി എന്ന് പറയുന്ന ഒരു ധീരനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യേണ്ട ചരിത്ര പുസ്തകങ്ങളൊക്കെ നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു, എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ സിലബസുകളിലൊക്കെ വന്ന മാറ്റം കൊണ്ട് എന്ത് പഠിക്കണം, എന്ത് വായിക്കണം, എന്ത് പഠിക്കരുത് എന്ന് ഡൽഹിയിലിരുന്ന് ചില ആൾക്കാർ, ഗോസായിമാർ തീരുമാനിക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഉന്നാവോയിലെ ഉത്തർപ്രദേശിലെ ഒരു ജന്മി കുടുംബത്തിൽ ജനിച്ച ഹസ്രത് മൊഹാനി, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ചന്ദ്രശേഖരനെങ്കിലും, അത് എങ്ങാണ്ടിയൂർ ചന്ദ്രശേഖരനെങ്കിലും ഒരു പക്ഷേ അത് പൂർത്തീകരിക്കാൻ പറ്റും. അദ്ദേഹം അലിഗഡ് സർവകലാശാലയിൽ പഠിച്ചു. അന്നത്തെ പ്രഭു കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരുമ്പോൾ നല്ല മുറുക്കാൻ ചെല്ലവുമൊക്കെ ആയിട്ടാണ് കോളേജുകളിലേക്ക് കടന്നു വരുന്നത്. ചില ആ ഒരു ആഠിത്യം വിളംബരം ചെയ്യാൻ വേണ്ടി. KR വിജയ് അങ്ങനെ മുറുക്കാൻ ചെല്ലൊന്നും എടുത്ത് വന്നിട്ടില്ലല്ലോ, ഇല്ല. അങ്ങനെ അലിഗഡ് സർവകലാശാലയിൽ വന്ന ഹസ്രത് മൊഹാനി പിന്നീട് ഇടതുപക്ഷ മതനിരപേക്ഷ ധാരയിലേക്ക് ലയിച്ചു ചേരുകയാണ്. അദ്ദേഹം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാര നേതാക്കളിൽ ഒരാളായി മാറി. അദ്ദേഹത്തെക്കുറിച്ച് 2-3 കാര്യങ്ങൾ കൂടി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടും. പൂർണ്ണ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മഹാത്മാഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ചിന്തിക്കുന്നതിന് മുമ്പ് അഹമ്മദാബാദിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ് അതിനൊന്നും നമ്മൾ ആയിട്ടില്ല എന്ന് പറഞ്ഞ് அதை തള്ളി. പക്ഷേ വൈകാതെ പിന്നീട് ലാഹോറിൽ നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ച് പൂർണ്ണ സ്വരാജ് എന്നുള്ളൊരു മുദ്രാവാക്യം മഹാത്മാഗാന്ധിക്ക് തന്നെ മുഴക്കേണ്ടി വന്നു. 7-8 വർഷം കഴിഞ്ഞ് ഹസ്രത് മൊഹാനിയുടെ വഴിത്താരയിലേക്ക് വന്നു. അവിടെ ഒന്നുമല്ല ഹസ്രത് മൊഹാനിയുടെ പ്രത്യേകത. ഈ ഹസ്രത് മൊഹാനി വിശ്വാസിയായ മുസ്ലിം ആയിരുന്നെങ്കിൽ പോലും എല്ലാ ജന്മാഷ്ടമി ദിവസവും കൃത്യമായി മധുരയിൽ പോകുമായിരുന്നു. മധുര കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയി ആരാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗസൽ വരികളുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന ഗുലാമലി എന്ന് പറഞ്ഞ മഹാനായ ഗായകൻ പാടി തിമിർത്ത ഒരു ഗസലുണ്ട്. ചുക്കേ ചുക്കേ രാത്തിൻ. അറിയോ? ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഒന്ന് പാടിക്കുക രണ്ടുപേരും. എന്തു പ്രസിദ്ധമായ ഗസലാണ്. പതുക്കെ രാത്രിയിലും പകലുമൊക്കെ ഞാനിങ്ങനെ കണ്ണീർ വാർത്തുകൊണ്ടിരുന്നു. ചുക്കേ ചുക്കേ രാത്തിൻ ആസു ബഹാന യാദ് ഹേ. ചന്ദ്രശേഖരൻ പാടാറിയോ? ചന്ദ്രശേഖരൻ ആ ഗസൽ കേട്ടിട്ടില്ലേ? ഇതാണ്. അടഞ്ഞ കർണപുടങ്ങളെ തുറക്കാൻ വേണ്ടി സെൻട്രൽ അസംബ്ലിയിൽ ഭഗത് സിംഗും കൂട്ടരും
ബോംബെറിഞ്ഞപ്പോൾ ഭഗത് സിംഗ് വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, ഇൻകിലാബ് സിന്ദാബാദ്. ആ ഇൻകിലാബ് സിന്ദാബാദും രൂപപ്പെടുത്തിയത് ഹസ്രത് മൊഹാനിയാണ്. നോക്കുക, ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തിന് 75 വർഷത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മതനിരപേക്ഷതയുടെ സാഹോദര്യത്തിന്റെ വിലപ്പെട്ട കണ്ണികളായി പ്രവർത്തിച്ച ഇവരെ പോലുള്ള ആൾക്കാരെയൊക്കെ വിസ്മരിച്ച് രാജ്യത്തെ ഒറ്റുകൊടുത്ത് ക്ഷമാപണത്തിന്റെ നീണ്ട വിളക്കണ്ണികൾ തീർത്ത സവാർക്കറെയൊക്കെ നമ്മളിങ്ങനെ എടുത്ത് ആനയിക്കുക. ഞാൻ പാർലമെന്റ് അംഗം വന്ന നിലയ്ക്ക് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ പോകുമ്പോൾ ഒരുപക്ഷെ ഒരു വേളയെങ്കിലും നമ്മുടെ ഇടനെഞ്ചിക്ക് മിങ്ങും മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് നേരെ എതിർവശം പ്രതിഷ്ഠിച്ചിരിക്കുന്ന സവാർക്കറുടെ ചിത്രമാണ്. ഗാന്ധി വധത്തിൽ സവാർക്കർക്ക് പങ്കുണ്ടോ എന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നു. സവാർക്കർ പ്രതിയുമായിരുന്നു. കൊലയ്ക്ക് മുമ്പും കൊലയ്ക്ക് ശേഷവും ഗോഡ്സെയും കൂട്ടരും സവാർക്കറെ പോയി കണ്ടു എന്ന് മൊഴിയുണ്ടായിരുന്നു. പിന്നീട് 60കളിലെ കപൂർ കമ്മീഷൻ, സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കപൂർ കമ്മീഷൻ അന്വേഷിച്ചപ്പോഴും പറഞ്ഞു സവാർക്കർക്ക് പങ്കുണ്ട് എന്ന് ഈ വധത്തിൽ. നോക്കുക, ആ സവാർക്കറെ മഹാത്മാഗാന്ധിക്കെതിരെ പ്രതിഷ്ഠിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ രാജ്യം മാറി എന്നുള്ളത് തലകീഴെ മറിഞ്ഞു. മറിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത, ത്യാഗം സഹിച്ച എണ്ണമറ്റ ഭടന്മാരെ കുറിച്ച് നമ്മുടെ രാജ്യം വിസ്മൃതിയുടെ കരിമ്പടമിട്ട് മൂട്ടി. നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ മാറി മറിയുകയാണ്. ഇപ്പം നമ്മളൊക്കെ കോളേജിൽ പഠിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്തും പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഡോക്ടർ അജയ് ശേഖർ ഒരുപക്ഷെ ബീനയുടെ പുസ്തകത്തെ കുറേയും കൂടി അർത്ഥവത്തായിട്ട് കാണാൻ കഴിവുള്ള ഒരാളാണ്. പക്ഷേ കേരളത്തിൻ്റെ മണ്ണിലും തുരുമ്പിലുമൊക്കെ ബുദ്ധൻ്റെ ദർശനം ഇങ്ങനെ ജീവൻ തുടിക്കുന്നുണ്ട്. ഇപ്പം ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ അത് ബുദ്ധകേന്ദ്രമായിരുന്നു എന്ന് ഏവരും പറയുന്നു. ഹിന്ദുമതത്തെ തിരിച്ചുപിടിച്ച ശങ്കരാചാര്യരുടെ പേരിൽ അറിയപ്പെടുന്ന കാലടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലടി എന്ന് പറയുന്നത് ബുദ്ധന്റെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ ബുദ്ധൻ സിദ്ധാർത്ഥ രാജകുമാരനെ കുറിച്ച് ബീന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സിദ്ധാർത്ഥ രാജകുമാരൻ ലൗകികത വെടിഞ്ഞ് പരിസരത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, അന്യർക്ക് വേണ്ടി, പരാജയപ്പെട്ടവർക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി, പുറപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ ഒരുപാട് നർത്തകികളെ അദ്ദേഹത്തെ മോഹിപ്പിച്ച് ലൗകികതയിൽ തളയ്ക്കാൻ വേണ്ടി പിതാവ് ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊക്കെ വിച്ഛേദിച്ച് അദ്ദേഹം പോകുകയാണ്. പാർലമെന്റിൽ ഒരു വട്ടം ഈ പൊളിക്കലിനെ കുറിച്ചുള്ള വിവാദം വന്ന സമയത്ത് ഞാൻ പരാമർശിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ എങ്ങോട്ട് കുഴിച്ചിറങ്ങും? എത്രത്തോളം കുഴിച്ചിറങ്ങും? നിങ്ങളെല്ലാ പള്ളികളും കുഴിച്ചു കഴിഞ്ഞാൽ ആ പള്ളികളുടെ അടിയിൽ എന്ത് കണ്ടെത്തും? ഓക്കെ, നിങ്ങളൊരു അമ്പലം കണ്ടെത്തി, അത് കഴിഞ്ഞ് വീണ്ടും കുഴിക്കേ. വീണ്ടും കുഴിക്കുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ബുദ്ധവികാരമായിരിക്കും. ഇനിയും കുഴിക്കേ. കുറേയും കൂടി കുഴിച്ചാൽ നിങ്ങൾ എവിടെയെത്തും? നിങ്ങൾ മധ്യ പൗരസ്ത്യ ദേശത്തെത്തും. പിന്നെയും കുഴിച്ചാൽ നിങ്ങൾ ആഫ്രിക്കയിലെത്തും. പിന്നെ കുഴിച്ചാൽ നിങ്ങൾ മരത്തിന്റെ മുകളിൽ ചില്ലിലിരിക്കും. നിങ്ങൾ കുരങ്ങനായിട്ടിരിക്കും. മനുഷ്യന്റെ എവല്യൂഷൻ അതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക തീയതി വെച്ച് കട്ട് ഓഫ് ചെയ്ത് നിങ്ങൾക്കൊരു രാജ്യത്തിന്റെ ഭാഗതയത്തെ നിർണ്ണയിക്കാൻ കഴിയും. ഞാൻ എപ്പോഴും മറ്റ് സംസ്ഥാനത്തിലുള്ള പലരോടും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ കേരളത്തോടൊപ്പം എത്തണമെങ്കിൽ നിങ്ങൾ 50 വർഷം കാത്തിരിക്കണം. ഇപ്പോൾ ഇവിടെ എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ ആൾക്കാർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. പാർലമെന്റിൽ ഞാൻ എഴുന്നേറ്റ് ധീരതയോടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരെയോ നോക്കി ഞാനിങ്ങനെ വിരൽ ചൂണ്ടി സംസാരിക്കുമെന്ന്. എൻ്റെ മഹത്വമല്ല അത്. എന്നെ രൂപപ്പെടുത്തിയ ഈ കേരളത്തിന്റെ മഹത്വമാണ്. ജാതിക്കും മതത്തിനും
മറ്റതിർവരമ്പുകൾക്കും അതീതമായി സാഹോദര്യത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ നാടാണ്. ഈ നാട് എനിക്ക് തന്നിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. എന്റേതായ ഒരു പ്രത്യേകതയും അതിൻ്റെ അകത്തില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്റെ സ്ഥാനം മറന്ന് ഭരണാധികാരിയാന്നുള്ള കാര്യം ഒരു വേള വിസ്മരിച്ച് അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയപ്പോൾ ഞാൻ പാർലമെന്റിൽ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് ദൈവങ്ങൾക്ക് പ്രാണൻ കൊടുക്കലല്ല, മനുഷ്യന് പ്രാണൻ കൊടുക്കലാണ്. മണിപ്പൂരിൽ പിടഞ്ഞു വീഴുന്ന കൊല്ലപ്പെടുന്നവർക്ക് പ്രാണൻ കൊടുക്കാൻ ഇതുവരെ അങ്ങോട്ട് 2 വർഷം കഴിഞ്ഞിട്ടും പോകാൻ കഴിയാത്തൊരു പ്രധാനമന്ത്രി, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഇതുപോലുള്ള വിശ്വാസ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ അവിടെ തകരുന്നത് മതനിരപേക്ഷതയുടെ ഒരു ഭരണഘടനയാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. മറ്റൊന്നുകൂടി ഞാൻ ചേർത്തു, നിങ്ങൾ ഈ രാമന്റെ പേരിൽ ഇങ്ങനെ മന്ത്രോച്ചാരണം നടത്തുമ്പോൾ നിങ്ങളുടെ രാമനല്ലാതെ, രാമൻ എന്ന് പറയുന്ന സൗമനസ്യത്തിന്റെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ രാമനാണ്, മഹാത്മാഗാന്ധിയുടെ രാമനാണ്. നിങ്ങളുടെ രാമൻ എന്ന് പറയുന്നത് ആരാണ്? 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 ഗോഡ്സെയാണ്. എത്ര കണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം വിഷലിപ്തമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു വിധി എഴുതി. പ്രധാനമന്ത്രിയുടെ എം.എൻ. തോമസ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ പുറത്തുവിടേണ്ട കാര്യമില്ല. ഈ എം.എൻ. തോമസും കുര്യൻ, എനിക്ക് ബീനയോടുള്ള ഒരു പ്രത്യേക ഇഷ്ടം, അല്ലെങ്കിൽ ഗ്രാമപ്രകാശനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്, SFI രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ഈ കുര്യൻ തോമസും എം.എൻ. തോമസും പരീക്ഷയിൽ വളരെ മോശമായി പോയി എഴുതിയിട്ട്. അപ്പോൾ അവര് എന്താണ് അതിന് പറയാ, സപ്ലിമെന്ററി എന്തൊരു സാധനം എഴുതില്ലേ, ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് സ്വന്തം വീട്ടിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. എന്താ കാരണം വെച്ചാൽ, അപ്പോൾ അന്ന് ഗ്രാമപ്രകാശ് കണ്ണൂർ SM കോളേജിൽ പഠിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ ഗ്രാമപ്രകാശും ബീനയും പറഞ്ഞു, ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്, കുര്യനും എം.എൻ. തോമസും ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചോ എന്ന് പറഞ്ഞ് അവരെവിടെ താമസിപ്പിച്ചു. ഒരുപക്ഷെ ഈ ബീനയും ഗ്രാമപ്രകാശവും ഇല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ MA എടുക്കുമെന്ന് എനിക്ക് സംശയമാണ്. എടുത്തുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും വേണ്ടില്ല. പക്ഷെ അന്ന് ഇപ്പോഴും അവർ പറയുന്നൊരു കാര്യമുണ്ട്, അന്നൊരു ദാരുണമായൊരു സംഭവം ഉണ്ടായി. ബീനയുടെ സഹോദരനൊരു ആക്സിഡന്റിൽ മരിക്കുകയാണ്. അവരവിടെ കണ്ണൂർ വീട്ടിലിരിക്കുമ്പോഴാണ്. അപ്പം ഈ എം.എൻ. തോമസ്, അന്ന് ഈ എം.എൻ. തോമസ് എന്ന് പറഞ്ഞ ആൾ ഈ സംഘാടനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. ബീനയുടെ ഈ പരിപാടിയുടെ എല്ലാം ഒരുപാട് ആളുകൾക്ക് കണ്ണൂരുള്ളവർക്ക് അയച്ചു കൊടുത്തു. അവർക്ക് അയച്ചു കൊടുത്തിട്ട് എന്താ കാര്യം, അവർക്ക് ഇങ്ങോട്ട് വരാൻ പോയിട്ടോ. പക്ഷേ ഈ എം.എൻ. തോമസ് SFIയുടെ നേതാവായതുകൊണ്ട് മാത്രം, അതല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ എം.എൻ. തോമസ് അന്ധവിശ്വാസത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. എന്താ കാരണം, ബീനയുടെ സഹോദരൻ ഒരു ആക്സിഡന്റിൽ മരിച്ചപ്പോൾ ആ ഷാഹുൽ അല്ലേ, ഷാഹുലിന് ഒരു പെറ്റായിട്ടുള്ള ഒരു പൂച്ചയുണ്ടായിരുന്നു. ഈ ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് ആ പൂച്ച കിണറ്റിലേക്ക് ചാടി ചത്തു. അതേ സമയത്ത് അപ്പൊ തോമസ് പറയാണ്, ഞാനൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലെങ്കിൽ ഞാൻ ഈ അന്ധവിശ്വാസത്തിന്റെ കണ്ണിയായി മാറുമായിരുന്നു. നോക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ മുഴുവൻ അന്ധവിശ്വാസം. ഇപ്പം മോഡിയുടെ സർട്ടിഫിക്കറ്റ് പുറത്തിറക്കണ്ട, പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്നെ വിളിച്ച് ഡൽഹിയിൽ നിന്ന് വിളിച്ചൊരു മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഭരണാധികാരിയുടെ വിദ്യാഭ്യാസ യോഗ്യത എത്രയാണ് എന്ന് അറിയാൻ ഒരു പൗരന് അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാജ്യസഭയിലേക്ക് മത്സരിക്കുമ്പോൾ എൻ്റെ സാക്ഷ്യപത്രത്തിൽ ഞാൻ എഴുതുന്നത്, ഞാൻ ഇന്ന വർഷം ഡിഗ്രി എടുത്തു, ഇന്ന വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു, ഇന്ന വർഷം റിസർച്ച് ചെയ്തു, ഇന്ന വർഷം. എന്താ കാരണം? ഭരിക്കുന്നവന്റെ
യോഗ്യത മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള അധികാരവും അവകാശവും സാധാരണ ജനത്തിനുണ്ട്. പക്ഷെ ഹൈക്കോടതി വിധി എഴുതി പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ആർക്കും കൊടുക്കേണ്ടതില്ല. നോക്കുക, നമ്മുടെ നീതിന്റെ അദ്ദേഹം 978 ഡിഗ്രി എടുത്തെന്നാണ് പറയുന്നത്. അദ്ദേഹം അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹം പരീക്ഷ എഴുതി. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഒരൊറ്റ വിദ്യാർത്ഥിയും കണ്ടെത്താൻ പറ്റില്ല. ഇപ്പം നമ്മുടെ വിജയ കേരളവർമ്മ കോളേജിൽ പഠിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലും ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്താ വിജയ, ശരിയല്ലേ? പക്ഷെ ഈ മോഡിയുടെ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ, മോഡിയെ പഠിപ്പിച്ച ഒരു അധ്യാപകരെ, ഇത്രയും അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനമുള്ള ഈ രാജ്യത്ത് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഒന്ന് കണ്ടെത്തിത്താട്ട്. ഈ മോഡിയുടെ കൂടെ 978 പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രി എടുത്ത ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയെ കണ്ടെത്തിത്താട്ട്. കണ്ടെത്താൻ പറ്റില്ല. കേട്ടില്ല? പൊളിറ്റിക്കൽ സയൻസ്. അത് കഴിഞ്ഞ് അദ്ദേഹം 983 MA എടുത്തു എന്നും പറയുന്നുണ്ട്. എനിക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാനും പൊളിറ്റിക്കൽ സയൻസാണ് പഠിച്ചത്. പക്ഷെ ഇപ്പം ഞാനത് മിണ്ടുന്നില്ല, അത് പൊളിറ്റിക്കൽ സയൻസാണ് പഠിച്ചതെന്ന്. ഇനി മോഡിയുടെ അതേ ഡിഗ്രി എനിക്കുള്ളതെന്നായിരിക്കും പറയുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വേറും പറഞ്ഞു. ഇതൊക്കെയാണ് പിന്നെയും സഹിക്കുക. അദ്ദേഹം നോൺ ബയോളജിക്കൽ മനുഷ്യനാണെന്ന്. കാരണം വെച്ചാൽ നമ്മളൊക്കെ ഉണ്ടായ പോലെ ഗർഭപാത്രത്തിലൂടെ ഒന്നുമല്ല അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വേറൊന്ന് പറഞ്ഞു. ഡിജിറ്റൽ ക്യാമറ ഇറങ്ങുന്നതിന് മുമ്പ് ഡിജിറ്റൽ ക്യാമറയിൽ അദ്ദേഹം പടമെടുത്ത് ഇന്റർനെറ്റ് ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഇന്റർനെറ്റിലൂടെ അയച്ചു കൊടുത്ത് അത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു എന്ന്. നോക്കുക, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് രൂപത്തിലേക്ക്, ഭാവത്തിലേക്ക് മാറുന്നു എന്ന്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, നമ്മൾ പോയിരുന്നു. 2 കന്യാസ്ത്രീകൾ അവര് ജോലിക്ക് കൊണ്ടുപോകുന്ന കുട്ടികളെ തടഞ്ഞു വെച്ച് ഇവരെ ജയിലിലാക്കി. ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ അവിടെ പോയി അത് പോകേണ്ടതാണെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷേ BJP-ക്കാരും രംഗത്ത് വന്നിരുന്നു. ഇതിനപ്പുറത്തെ ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സാമൂഹ്യ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറക്കുന്നൊരു കാര്യം, നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ വരുന്ന മാറ്റമെന്ന് പറയുന്നത്. ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഉത്തരാഖണ്ഡിൽ മതപരിവർത്തന നിരോധന നിയമം കർക്കശമാക്കും. അപ്പം പെടുന്നതിനെ നോക്കിയാൽ ശരിയാണ്, എന്തിനാണ് ഒരാൾ മതപരിവർത്തനം ചെയ്യപ്പെടുന്നത്? ഓക്കെ, വെരി ഗുഡ്. നിങ്ങളുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ 16, 21, 25 ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശ്വാസം നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. എങ്കിൽ പോലും നമ്മൾ വേണം ചിന്തിച്ചൊക്കെ എന്തിനാണെന്ന്. പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെയുള്ള നിയമങ്ങളെ ആയുധവൽക്കരിക്കുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഉത്തരാഖണ്ഡിൽ ഒരു ക്രൈസ്തവ വിശ്വാസി ഒരു ഹിന്ദു വിശ്വാസിക്ക് വാട്സപ്പിൽ ഹാപ്പി ക്രിസ്മസ് എന്നൊരു മെസ്സേജ് അയച്ചാൽ നാളെ അയാൾ ജയിലിലാവും. ചെറുതല്ല. അദ്ദേഹത്തെ ക്രൈസ്തവ മതത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു സന്ദേശമായിട്ട് അതിനെ വ്യാഖ്യാനിക്കും. ബുദ്ധനൊക്കെ ജാതിക്കെതിരെ നിലകൊണ്ട ഒരു ശക്തി ദുർഗമാണ്. അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന ധർമ്മതീർത്ഥരെ കണ്ടിരുന്നു ഡൽഹി വെച്ച്. ഈ ധർമ്മതീർത്ഥ എന്ന് പറഞ്ഞ ആള് ക്രൈസ്തവ വിശ്വാസിയായി. ശ്രീനാരായണ ഗുരു പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിന് ഇഷ്ടംപടി മുസ്ലിം ക്രൈസ്തവ അനുയായികളുണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞു, മതം മാറണ്ട, നിങ്ങൾ അവിടെ നിൽക്കൂ. ഹിന്ദു മതം ഉണ്ടോ എന്ന് ചോദിച്ചാലാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ ധർമ്മതീർത്ഥരെ അംബേദ്കർ ഡൽഹിയിലേക്ക് വിളിച്ചു. അപ്പം ധർമ്മതീർത്ഥർ പറഞ്ഞു അംബേദ്കറിനോട്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ഹിന്ദു മതത്തിന്റെ അനാചാരങ്ങളെ മുറിച്ചു കിടക്കണമെങ്കിൽ നിങ്ങൾ ക്രൈസ്തവ മതത്തിലേക്ക് നിങ്ങൾ മാറൂ എന്ന്. അംബേദ്കർ ഒരു വേള ചിന്തിച്ചു ക്രിസ്ത്യാനിയാകണോ എന്ന്. പക്ഷെ തിരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന്റെ മഹാരാഷ്ട്രയിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു, അല്ല, അതത്ര, ആ ചാട്ടം കുറച്ച് നീണ്ട ചാട്ടമായിരിക്കും, നമുക്ക് ചാട്ടം ഒന്ന് കുറയ്ക്കാം. അങ്ങനെ ആ കുറച്ച ചാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ബുദ്ധമതം
സ്വീകരിച്ചത്. പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ജാതി ചിന്തകൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അംബേദ്കറെ കുറിച്ച് പാർലമെന്റിൽ വലിയ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അംബേദ്കറുടെ ചിന്തകളുടെ അവകാശം ഞങ്ങൾക്കാണെന്ന് BJP ഇന്ന് മുന്നോട്ട് വന്ന് വാദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തൊട്ടപ്പുറത്ത് ഡൽഹിയുടെ പ്രാന്തപ്രദേശമായ ഗാസിയാബാദിൽ ഒരു സംഭവം നടന്നു. ഒരു ദളിത് വിശ്വാസി അവന്റെ വിവാഹത്തിന്റെ ഭാഗമായിട്ട് അവൻ ഒരു കുതിരപ്പുറത്ത് കയറി. വായിച്ചിട്ടുണ്ടോ? കുതിരപ്പുറത്ത് കയറിയപ്പോൾ അവിടെയുള്ള സവർണ വിഭാഗക്കാർ പറഞ്ഞു, ഹേ, ദളിതനായി നിനക്ക് കുതിരപ്പുറത്ത് കയറാനുള്ള അവകാശം. അവന് വലിച്ചു താഴെ കിട്ടു. അവൻ ആശുപത്രിയിലായി. അവൻ്റെ ഒരു മോഹമായിരുന്നു കുതിരപ്പുറത്ത് കയറണമെന്ന്. തൻ്റെ ബറാത്ത്, ഉത്തരേന്ത്യയിൽ ബറാത്ത് എന്നുള്ള ഒരു സംഭവം, ഒരു കുതിരപ്പുറത്ത് കയറിയിട്ടുള്ള യാത്ര. നോക്കുക എങ്ങനെയാണ് നമ്മുടെ സമൂഹം കാലുഷ്യത്തിലേക്ക് വീണ്ടും വഴുതിക്കൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധി മരിക്കുന്നതിന് 2 നാൾ മുമ്പല്ലേ തൻ്റെ ഉറ്റ അനുയായിയായ മനുവിനോട് പറഞ്ഞത്, മോനെ, എനിക്ക് സുഖമില്ല, ചുമയ്ക്കുന്നു, നീ മരുന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഞാൻ ഈ അസുഖത്തിന്റെ ഒരു ഇരയായി ഞാൻ മരിച്ചാൽ എനിക്ക് എന്ത് മഹത്വമാണുള്ളത്? നീ പുരപ്പുറത്ത് കയറി പറയണം, ഇത് മഹാത്മാവൊന്നുമല്ല, ഇയാളെ കൊണ്ട് ഒരു സംഭാവനയും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന്. മറിച്ച് ഒരു വെടിയുണ്ട നെഞ്ചിലേറ്റ് ഞാൻ മരിച്ചാൽ നീ പറയണം ഞാൻ മഹാത്മാവാണ്. പ്രവചന തുല്യമായി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമല്ലേ മഹാത്മാഗാന്ധി ആ വെടിയേറ്റ് നിലം പതിച്ചത്. മഹാത്മാഗാന്ധിക്ക് അറിയാമായിരുന്നു രൗദ്രമാകുന്ന സാമൂഹിക അന്തരീക്ഷത്തെ തിരിച്ച് ഒരു സാഹോദര്യത്തിന്റെ തലത്തിലേക്ക് മാറ്റണമെങ്കിൽ എന്റെ രക്തം, എന്റെ ജീവൻ വേണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ആഘോഷങ്ങളുടെ തിമിർപ്പിൽ രാജ്യം ആഴ്ന്നിറങ്ങിയ സമയത്ത് അദ്ദേഹം കൽക്കട്ടയുടെ തെരുവീതികളിലൂടെ നഗ്നപാതനായി നടക്കുകയായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കൊല്ലരുത്, അവർ സഹോദരന്മാരാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്ന് മൗണ്ട് ബാറ്റൺ നെഹ്റുവിന് കത്തെഴുതി. പശ്ചിമ അതിർത്തിയിൽ ഞങ്ങളുടെ 55,000 ഭടന്മാരടങ്ങുന്ന സുരക്ഷാ സേന ഉണ്ടായിട്ട് പോലും ഈ കൂട്ടക്കുരുതിക്ക് അറുതി വരുത്താൻ കഴിയുന്നില്ല. പക്ഷേ കിഴക്കൻ അതിർത്തിയിൽ നഗ്നപാതനായ ഒരു വ്യക്തിയുടെ ആ സാന്നിധ്യം കൊണ്ട് മാത്രം കൊലകളിൽ നിന്ന് ആ വിഭാഗത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സാന്നിധ്യം, ഒരു വ്യക്തിയുടെ ദർശനം ഒരു സമൂഹത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നത്? ഒരുപക്ഷെ ശ്രീബുദ്ധന്റെയൊക്കെ ദർശനങ്ങളിലേക്ക് ഇന്ത്യ മടങ്ങുമ്പോൾ ഈ ഒരു ക്രൗര്യത്തിന്റെ രാഷ്ട്രീയത്തെ, ഹിംസയുടെ രാഷ്ട്രീയത്തെ മുറിച്ചു കടക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ അർത്ഥവത്തായി ചിന്തിക്കേണ്ട ഒരു മുഹൂർത്തത്തിനാണ് ഒരുപക്ഷെ നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ശ്രീനാരായണ ഗുരുവൊക്കെ നവോത്ഥാനത്തിന് വേണ്ടി എന്നിച്ചിരുന്ന സമയത്ത് പാമ്പിന് പോലും ജാതി ഉണ്ടായിരുന്നു. പാമ്പിന് പോലും, ഇവിടെ നമ്മുടെ നാട്ടിലെ പാമ്പിന് ഇത് ബ്രാഹ്മൺ പാമ്പാണെന്നും ക്ഷത്രിയ പാമ്പാണെന്നും, അത് ശരിയാണ്, ഇതൊക്കെയാണ് ചരിത്രം. പക്ഷെ ഇന്ന് വീണ്ടും പാമ്പുകൾക്ക് പോലും ജാതി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ അങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവങ്ങളെ ഉയർത്തിക്കൊണ്ടുള്ള ഘോഷയാത്രകൾ പോലും ഇന്ന് ആയുധവൽക്കരണക്കൊണ്ടിരിക്കുകയാണ്. റോഹിൻഡൻ നരിമാൻ എന്ന് പറഞ്ഞ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിലെ ഏതാനും അഭിഭാഷകർ ചേർന്നൊരു അന്വേഷണം നടത്തിയപ്പോൾ അവരൊരു കാര്യം കണ്ടെത്തി. ഈ ഹനുമാൻ യാത്ര അല്ലെങ്കിൽ ശിവയാത്ര എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഈ RSS സംഘടിപ്പിക്കുന്ന യാത്രകളൊക്കെ ആയുധപ്പടച്ചിട്ടാണ്. ഞാൻ ഇപ്പം ഹരിയാനയിലെ നുഹൂല് നിങ്ങളറിയും, മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ സംഘർഷം ഉണ്ടായി. എന്താ, ഒരു ഘോഷയാത്രയാണ്. എങ്ങനെയാണ് ഘോഷയാത്ര പോകുന്നത്? മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലൂടെ ഘോഷയാത്ര നയിക്കുന്നു. എവിടെ നിന്നോ 2 കല്ല് പതിക്കുന്നു, കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ഇതൊരു പാറ്റേണിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയെ ധ്രുവീകരിച്ച് മതത്തിന്റെ കള്ളികളിലേക്ക് നമ്മൾ സ്ഥാപിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്,
നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ ആവിർഭവിച്ച ഘട്ടത്തിൽ നമ്മളൊക്കെ ചിന്തിച്ചു ഇതൊരു സർഗാത്മകതയുടെ ഒരു വസന്തകാലം അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ വസന്തകാലം നമ്മളിലേക്ക് നൽകുമെന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ അവർ നായരും ഈഴവും ഹിന്ദുവും മുസ്ലിമും ഒക്കെ ആകുന്നത് ഒരുപക്ഷെ വീട്ടിലല്ല, അവർ സാമൂഹ്യ മാധ്യമങ്ങളുടെ പരിസരത്താണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാലഘട്ടത്തെ ഈ ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രതിസന്ധിയെ മുറിച്ചു കിടക്കണമെങ്കിൽ ബിനിയെ പോലുള്ള വ്യക്തികൾ രചിക്കുന്ന പുസ്തകങ്ങൾക്ക് വലിയ സ്ഥാനം വഹിക്കാനുണ്ടെന്നുള്ള തിരിച്ചറിവ് കൂടി ഞാൻ മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഈ പരിപാടിക്ക് ഞാൻ വന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ പരിസരത്തിനപ്പുറത്ത് പ്രകാശം ചൊരുത്തുന്ന ഒരു പരിപാടിയാക്കി മാറാൻ നമുക്ക് ഒരു ഭാഗ്യമുണ്ടായി. ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ അത് പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളൊക്കെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് കവിതകളിലൂടെയാണ് ബീന കടന്നു പോകുന്നത്. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതായത് വൈലോപ്പിള്ളിയുടെ ബുദ്ധദർശനത്തെക്കുറിച്ച് ബീന എഴുതിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് വൈലോപ്പിള്ളിയുടെ ഒരുപക്ഷെ ദുഃഖത്തെക്കുറിച്ച്, ശ്രീബുദ്ധൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദർശനത്തിൻ്റെ ഒരു ഇതിവൃത്തങ്ങളാണ്. ദുഃഖത്തെക്കുറിച്ചുള്ള വൈലോപ്പിള്ളിയുടെ ഏറ്റവും മഹത്തരമായൊരു കവിത മാമ്പഴം. അത് നമ്മുടെ എം എൻ തോമസ് ഒരു ഗായനം കൂടിയാണ്. എം എൻ തോമസ് ഓർമ്മയുണ്ടോ? കേരളവർമ്മ ഹോസ്റ്റലിൻ്റെ എന്താണ് ബാസ്കറ്റ് ബോൾ കോർട്ടിൽ നിന്ന് എം എൻ തോമസ് നീണ്ടു ചൊല്ലുമായിരുന്നു. എം എൻ തോമസ് ഓർമ്മയുണ്ടോ ആ വരികളൊക്കെ? മാമ്പഴം 4 വരിന്ന് ചൊല്ലിക്കൊടുത്താൽ ചന്ദ്രശേഖർ നല്ല ഇതുള്ള ആ കവിയുടെ മുമ്പിൽ വെച്ചൊക്കെ ചൊല്ലാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ 4 വരി ചൊല്ലിക്കും. ആ ഒന്ന് കൈയടിച്ചു കൊടുക്കുന്ന പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ KR വിജയ് പറയുന്നു അതിനേക്കാൾ മഹത്തരമായിട്ട് എനിക്ക് പാടാൻ അറിയാലോ, എന്നെ എന്തിനാ പാടാൻ വിളിച്ചത്. ഇതൊരു കവിതാ ചൊല്ലൽ മത്സരമല്ല എങ്കിൽ പോലും എൻ്റെ മനസ്സിലേക്ക് വന്ന ചില ഓർമ്മകളെ ഞാൻ ഇവിടെ അയവിറക്കിയതാണ്. ഈ ഒരു പരിപാടിയിൽ ഭാഗവാക്കാകാൻ എനിക്കൊരു അവസരം നൽകിയതിൻ്റെ സംഘാടകർക്ക് ഞാൻ നന്ദി പറയട്ടെ. ഈ പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് കേവലപരമായൊരു അർത്ഥത്തിനപ്പുറത്ത് നമ്മുടെ സാംസ്കാരികപരമായ ഇടം തിരിച്ചുപിടിക്കാനുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അനീതികൾക്കെതിരെ